അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫ്രണ്ട്സ്, ഇന്ന് ട്രിക്ക് ടീച്ചർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ +1 രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും ആദ്യത്തെ പാഠഭാഗം ലംഹ ഇല തൊബീഅ എന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ വെള്ളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഖുർആനിൽ നിന്നുള്ള 3 ആയത്തുകളും ഹദീസിൽ നിന്ന് ഒരു ഹദീസും നമ്മൾ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ചോദിക്കാം, അതുപോലെ നമുക്ക് മീനിങ് ചോദിക്കാം. അഡ്രിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇംഗ്ലീഷോ മലയാളമോ തന്നിട്ട് അഡ്രിബ് ആക്കാൻ തരും. ചിലപ്പോൾ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാഷയിലേക്കോ തർജ്ജമ ചെയ്യാൻ വേണ്ടി ഇത് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേ എഴുതാൻ ചോദിക്കാം. വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഒരു മുസക്കിറ എഴുതാൻ ചോദിക്കാം. അത്രയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ട്രിക്ക് ടീച്ചർ ഇതിനെ നന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിൽ നമുക്ക് 3 ആയത്തും ഒരു ഹദീസുമാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ലംഹ ഇല തൊബീഅ, ലംഹത്ത് എന്ന് വെച്ചാൽ ഗ്ലിംസ് അഥവാ എത്തിനോട്ടം. ഇല തൊബീഹ, നേച്ചറിലേക്ക്. എ ഗ്ലിംസ് ഇൻ ടു ദ നേച്ചർ, പ്രകൃതിയിലേക്കൊരു എത്തിനോട്ടം. മാഹിയ മവാരിദുൽ മിയാ കം യൗമി യുംകിനുൽ ഇൻസാനിയ യഈശ ബിദൂനിൽ മാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ 2 ക്വസ്റ്റ്യനിലാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നാണ്. നമുക്കറിയാം, നെഹ്ർ, ബഹർ, ബിഹിർ, ബിർക്കത്ത്, അതുപോലെ ഒരുപാട് സ്രോതസ്സുകളുണ്ട് നമുക്കറിയാവുന്നത്. പിന്നെ നമുക്ക് അറിയാത്തതിൻ്റെ ഒരുപാട്, മലയാളത്തിൽ മാത്രം അറിയാവുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ടാവും അല്ലേ. പോണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. തടാകം, ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരാം. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു മനുഷ്യന് വെള്ളമില്ലാതെ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാൻ കഴിയുമെന്നാണ്. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ഉത്തരം വളരെ ഗൗരവമാണ്. കാരണം നമുക്ക് വെള്ളമില്ലാതെ ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ പോയിട്ട് ഒരു ദിവസം തന്നെ കൃത്യമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളൊക്കെ നോമ്പെടുക്കുന്നവരാണ്. നോമ്പെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഒരു 12-14 മണിക്കൂർ നോമ്പെടുക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയവരാണ്. സോ അതിൻ്റെ ഉത്തരം വളരെ നിസ്സാരമാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ആയത്തുകളാണ് ഉള്ളത്. 3 ആയത്തുകൾ ആണുള്ളത്. സൂറത്തുൽ വാഖിയയിൽ നിന്നുള്ള 3 ആയത്തുകളാണ്. നമുക്കൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നതായിട്ടുള്ള വെള്ളത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ആ വെള്ളത്തെ മേഘങ്ങളിൽ നിന്നും ഇറക്കുന്നത് നാമാണോ അതോ നിങ്ങളാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത്? അടുത്തത് മഫ്ഹൂമുൽ ആയ. നമുക്ക് ഈ ആയത്തിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? യഅ്സു അല്ലാഹു സുബ്ഹാനഹു തആല അന്നാസ് അല തഫക്കുരി വത്തദ്ബീരി അനിൽ മാ. വെള്ളത്തിൻ്റെ പ്രാധാന്യം അഥവാ അഹ്മിയത്തിനെ കുറിച്ചിട്ട്, വെള്ളത്തിനെക്കുറിച്ച് ചിന്തിക്കാനും സൂക്ഷ്മത പാലിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അഅ്ലമ നിഅമിഹി, അത് അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ വെച്ച്, അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായത് തന്നെ. വയഖൂലു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുകയാണ്, അഫറഅയ്തും അയ്യുഹന്നാസ്, നിങ്ങൾ കാണുന്നില്ലയോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ പ്രിയജനങ്ങളെ, അൽ മാ അല്ലദീ തശ്റബൂനഹു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായ, ഞാൻ നിങ്ങളെ കുടിപ്പിക്കുന്നതായ ആ വെള്ളത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനസ് സഹാബിൽ ലദീ ഫൗഖകും ഇലാ ഖറാറിൽ അർളി അം നഹ്നു മുൻസിലൂഹു ലക്കും. നിങ്ങളാണോ ആ മേഘങ്ങളിൽ നിന്നുമുള്ള, നിങ്ങൾക്ക് മുകളിലുള്ള മേഘങ്ങളിൽ, സഹാബ് എന്ന് പറഞ്ഞാൽ മേഘമാണ്, മേഘങ്ങളിൽ നിന്നും ആ വെള്ളത്തിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നത്, അല്ലെങ്കിൽ ഞാനാണോ? ലൗ നുരീദു ലജഅൽനാ ദാലിക്കൽ മാ അല്ലദീ അൻസൽനാഹു മിനൽ മുസ്നി മാലിഹൻ ഹൈസു ലാ യസ്ലുഹു ലിശുബി വസ്റാഅ. ലൗ നുരീദു, നാമെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലജഅൽനാ ദാലിക്കൽ മാ, ആ വെള്ളത്തിനെ ആക്കിക്കളയാൻ, അല്ലദീ അൻസൽനാഹു മിനൽ മുസ്നി, ആ മേഘങ്ങളിൽ നിന്നും നാം ഇറക്കുന്നതായിട്ടുള്ള ആ വെള്ളത്തെ ഞാനെങ്ങാനും അങ്ങ് ആക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാലിഹൻ, ഉപ്പ്,
ഹൈസുലാ യസ്ലുഹു ലിശ്ശുർബി വസ്റാഅ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാനോ കൃഷി ചെയ്യാനോ സാധിക്കാതെ വരുമായിരുന്നു എന്നാണ് ആ മഫ്ഹൂമുൽ ആയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തേടി വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ അർത്ഥം കൂടി നോക്കാം. ഇസാ കാനത്ത് അൽമിയാഹു കുല്ലുഹാ ഉജാജ മാദാ സയഹ്ദുസു. ഈ വെള്ളം മുഴുവൻ ഉപ്പുവെള്ളമായിരുന്നുവെങ്കിൽ നാം എന്തായിരുന്നു ചെയ്യുക? ഹൽ മിൻ ഇംകാനിൽ ബശരി അയ്യുന്ദിൽ അൽ മത്വർ. മഴ പെയ്യിപ്പിക്കുക എന്നത് മനുഷ്യൻ്റെ കഴിവുകളിൽ പെട്ടതാണോ? പിന്നെ സൂറത്ത് അൽ വാഖിയ, സൂറത്തു മഖിയ വഅദ്ദദ ആയത്തു 96. ഇത് വാഖിയ സൂറത്ത് ഹിജ്റയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ്. ഇതിലെ ആയത്തുകളുടെ എണ്ണം, അദ്ദ എന്ന് വെച്ചാൽ എണ്ണുക എന്നാണ് അർത്ഥം. ഈ ആയത്തുകളുടെ എണ്ണം 96 അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് സൂറത്ത് അബസയിൽ നിന്നും ഉള്ള കുറച്ച് ആയത്തുകൾ കാണാം. ആയത്തുകളുടെ അർത്ഥം കൂടി നമുക്ക് വായിച്ചതിന് ശേഷം നോക്കാം. ഫൽ യൻദുരിൽ ഇൻസാന ഇലാ തുആമിഹി അന്നാ സ്വബബിനാ അൽമാ സ്വബ്ബ സുമ്മ شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നമുക്ക് ഈ ആയത്തുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. ഫൽ യൻദുർ അൽ ഇൻസാന ഇലാ തുആമിഹി. എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അന്നാ സ്വബബിനൽ മാ സ്വബ്ബ. നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തു. സുമ്മ ശഖഖനൽ അർള ശക്ക. പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. ഫഅംബത്നാ ഫീഹാ ഹബ്ബ. എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു. വഇനബം വഖൽബ. മുന്തിരിയും പച്ചക്കറികളും. ഖൽബ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. വസൈത്തൂനം വനഖ്ല. ഒലീവും ഈന്തപ്പനയും. സൈത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലീവാണ്. നഖ്ലൻ എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയാണ്. വഹദായിക ഉലുബ. ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും. ഹദായിക്ക് ഹദീഖത്ത് ജമാണ്. ഹദായിക്ക് തോട്ടങ്ങൾ. വഫാക്കിഹത്തിൻ വഹബ്ബ. പയവർഗവും പുല്ലും. അബ്ബൻ എന്ന് പറഞ്ഞാൽ പുല്ലാണ്. ഫവാക്കി ജമ്മ്, ഫാക്കിയത് ജമ്മ് ഫവാക്കിയാണ്. ഫാക്കിയത് അതിൻ്റെ സിമ്പിൾ രൂപമാണ്. മതാ അല്ലക്കും വലി അൻആമിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും മൃഗങ്ങൾക്കും ഉള്ള ഉപയോഗത്തിനായിട്ട്. നമ്മുടെ ആയത്ത് ഇവിടെ കഴിയുകയാണ്. സൂറത്ത് അബസിലുള്ള ആയത്തുകളാണ് ഇപ്പോൾ വായിച്ചത്. ഇനി നമുക്ക് മഫ്ഹൂമിൽ നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായത് എന്താണ് എന്ന് നോക്കാം. ഇന്നല്ലാഹ സുബ്ഹാനഹു തആല അൻസല മിനസ് സമാഇ മാഅൻ അദീറ. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തിൽ നിന്ന് ഒരുപാട് നിറയെ മഴ പെയ്യിപ്പിച്ചു. അതായത് അദീറ എന്ന് പറഞ്ഞാൽ നിറയെ എന്നാണ് അർത്ഥം. വസഖൽ അർള. ഭൂമിയെ വെട്ടി. വഖറജ മിൻഹാൽ ഇനബ. അതിൽ നിന്ന് മുന്തിരിയെ പുറത്തു കൊണ്ടുവച്ചു. അത് മുളപ്പിച്ചു. വൽ ഖൽബ. പച്ചക്കറികളെയും. വസൈത്തൂന. ഒലീവിനെയും. വന്നഖ്ല. ഈന്തപ്പനയെയും. മിമ്മാ തുസ്റഉ ഫിൽ അർള്. നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യപ്പെടുന്നതിൽ നിന്നും. ഹൽ യൂജദു ശൈഅൻ മിനൽ മഅകൂലാത്തി ഖാലിയൻ മിനൽ മാ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭക്ഷണം വെള്ളത്തിൽ നിന്നും ഒഴിവായിട്ടുള്ളത്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഇല്ലാത്ത ഏതെങ്കിലും ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും എല്ലാത്തിലും നമുക്ക് വെള്ളം കാണാൻ കഴിയും. അതില്ലാത്തൊരു ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൽ തഅരിഫു ഹൈവാനൻ ലാ യഹ്താജു ഇലൽ മാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൃഗത്തെ അതിന് വെള്ളം തീരെ ആവശ്യമില്ല എന്നത്? ചിലപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഡിസേർട്ട് ക്യാറ്റ്. നിങ്ങൾ എവല്യൂഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും സയൻസ് പഠിക്കുന്ന കുട്ടികൾ. ഡിസേർട്ട് ക്യാറ്റ് അതൊരിക്കലും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം കുടിക്കില്ല എന്നാണ് പറയാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അവ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും, അതായത് സോളിഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും എന്തു ചെയ്യും? അത് ഓക്സിഡേഷൻ നടത്തിയിട്ട് വെള്ളം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവയ്ക്കും വെള്ളം ജീവിക്കാൻ ആവശ്യം തന്നെ. അത്തരത്തിലുള്ള ഒരു ജീവി ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. നജ്മാഉ അസ്മാ അൻവാഇൽ അത്ഇമതി വനുഇദു കശ്മൻ ലിൽ ഹുബൂബ് വൽ ഹലറവാത്ത് വൽ ഫവാക്കിഹ്. നമുക്ക് ഭക്ഷണ വിഭവം, അൻവാ എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിഭവമാണ് അൻവാ.
ഭക്ഷണ വിഭവങ്ങളുടെ പേരുകൾ കൂട്ടിയിട്ട്, അതായത് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ 3 കള്ളികളാക്കാനാണ് പറയുന്നത്. അൽ ഹുബൂബ് ധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒന്ന് ഹലറവാത്ത് പച്ചക്കറികൾ, വൽ ഫവാക്കി ഫ്രൂട്ട്സ്. പിന്നീട് നമുക്ക് ഖുർആനെ കുറിച്ച് ഒരു റോസ് കളറിൽ ഒരു കള്ളി കാണാം. അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം. അൽ ഖുർആനു ഹുവ കലാമുല്ലാഹി അൽ മുൻസിലു അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബിദു ബിതിലാവതിഹി. ഖുർആൻ എന്ന് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ വചനമാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ ഇറക്കപ്പെട്ടതാണ്. മുതഅബ്ബിദു ബിതിലാവതിഹി, അത് പാരായണം ചെയ്യുവാൻ വേണ്ടിയിട്ട്, അടിമകൾക്ക് വേണ്ടിയിട്ട്. ഉയുസമ്മ, അതിനെ വീണ്ടും പറയപ്പെടുന്നു, വിളിക്കപ്പെടുന്നു, ഐലൻ എന്ന് വെച്ചാൽ വീണ്ടും, അൽ ഫുർഖാൻ, ഫുർഖാൻ എന്ന് പറയാറുണ്ട്. വസിക്കർ വ തൻസിൽ വൽ മുസ്ഹഫ് വൽ കിതാബ്. സിക്കർ എന്ന പേരിലും തൻസീൽ എന്ന പേരിലും മുസ്ഹഫ് എന്ന പേരിലും കിതാബ് എന്ന പേരിലും അത് വീണ്ടും അറിയപ്പെടുന്നു. ഫീഹി 114 സൂറ, 114ഓളം സൂറത്തുകൾ അതിലുണ്ട്. മിൻഹ 86 മക്കിയ വ 28 മദനിയ. അതിൽ 86 മക്കിയയും 28 മദനിയുമാണ്. മക്കിയ മീൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തുകളാണ് 86 എണ്ണവും. ഹിജ്റ പോയതിന് ശേഷമുള്ള, മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷമുള്ള സൂറത്തുകളാണ് മദനിയ എന്ന് പറയുന്നത് 28. ജമഅഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു വനസഖഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഫി മുസായിഫി വഅർസലഹ ഇലൽ ആഫാഖ്. നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അതിനെ നാം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ക്രോഡീകരിച്ച് ലിപി രൂപത്തിലേക്കാക്കി മാറ്റിയത്, ഖുർആനെ നമ്മൾ ഇന്ന് കാണുന്ന മുസഫിൻ്റെ രൂപത്തിലാക്കി മാറ്റിയത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. സൂറത്ത് അബസ് സൂറത്തും മക്കിയ വാദദ ആയാത്ത് 42. സൂറത്ത് അബസ് മക്കിയായ ഒരു സൂറത്താണ്. അതിലെ ആയത്തുകളുടെ എണ്ണം 42ആണ്. അടുത്തത് നമുക്ക് സൂറത്ത് ആറാഫിൽ നിന്നുമുള്ള ഒരായത്താണുള്ളത്. കുറച്ച് വലിയ ഒരു ആയത്താണ്. നമുക്കാദ്യം വായിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ യുർസിലു റിയാഅ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിതിൻ ഫഅൻസൽനാ ബിഹി അൽമാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് കസാലിക നുഖ്രിജുൽ മൗതാ ലഅല്ലകും തസക്കറൂൻ. സദഖല്ലാഹുൽ അലീൽ. ഈ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അവനത്രേ തൻ്റെ അനുഗ്രഹത്തിന്, അതായത് മഴയ്ക്ക് മുമ്പായിട്ട് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവൻ. അങ്ങനെ അവ കാറ്റുകൾ ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ നിർജീവമായ മരിച്ചു പോയിട്ടുള്ള വല്ല നാട്ടിലേക്കും ഭൂമിയിലേക്കും നാം അതിനെ നയിച്ചു കൊണ്ടുപോവുകയും എന്നിട്ടവിടെ വെള്ളം ചൊരിയുകയും അഥവാ മഴ പെയ്യുകയും ചെയ്യും. അതുമൂലം എല്ലാത്തരം കായ്ക്കനികളും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ നാം മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവരായേക്കാം. ഇതിൽ നിങ്ങൾക്ക് റിയാഹ് എന്ന് പറഞ്ഞാൽ റീഹുഞ്ചം റിയാഹ് കാറ്റാണ്. ബുഷ്റ എന്ന് വെച്ചാൽ സന്തോഷ വാർത്ത എന്നാണ് അർത്ഥം. ബഷീർ ബുഷ്റ. പിന്നെ സഹാബൻ എന്ന് പറഞ്ഞാൽ മേഘം. സിഖാൽ എന്ന് പറഞ്ഞാൽ കനമുള്ളത് എന്നാണ് അർത്ഥം. സുഖനാഹു വഹിച്ചു കൊണ്ടുവരിക, വാഹിനി. ലിബലദി മയ്യത്തിൻ മരുഭൂമി അല്ലെങ്കിൽ വരൾച്ച പ്രാപിച്ച ഭൂമി എന്നാണ് അർത്ഥം. അഹ്റജിന എന്നുദ്ദേശിക്കുന്നത് ഇവിടെ മുളപ്പിക്കുക, വിത്തുകൾ മുളപ്പിക്കുക എന്നാണ്. പിന്നെ സമറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പച്ചക്കറി, ഫ്രൂട്ട്സ് എന്ന് എല്ലാത്തിനും കൂടിയിട്ടാണ് സമറാത്ത് പറയുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ മഫ്ഹൂമിൽ ആയ നോക്കാം. എന്താണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? യുർസിലുല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല അയക്കുന്നു അർ-റിയാഹ കാറ്റിനെ, ബിശാറത്തൻ ലിന്നാസി ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്, ഖബല നുസൂലിൽ ഐഫ് മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ്, വല്ലത്തി തഹ്മിലു സഹാബൻ അത് വഹിച്ചു കൊണ്ടുവരുന്നു, സഹാബൻ മേഘം. സിഖാലൻ മീൻസ് കനമുള്ളത്, ഭാരമുള്ളത്. ഫയസൂഖുല്ലാഹു ഇല അർളിൻ ജാഫ വറ്റി വരേണ്ട ഭൂമിയിലേക്ക്, മരണപ്പെട്ട ഭൂമിയിലേക്ക് ആ വെള്ളം, മഴ അള്ളാഹു സുബ്ഹാനഹു തആല നയിക്കുന്നു. വയൻസുലുല്ലാഹു സുബ്ഹാനഹു തആല അസ്സവജല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കുന്നു മിൻഹു അൽമാഹ ആ മേഘത്തിൽ നിന്നും വെള്ളം ഇറക്കുന്നു. വയുഖ്രിജു
എന്നിട്ടോ യുഖ്രിജു പുറപ്പെടുവിപ്പിക്കുന്നു അഥവാ മുളപ്പിക്കുന്നു മിനൽ അർളി അസ്സമറാത്ത് പഴങ്ങളും പച്ചക്കറികളും ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നു. ഹക്കഥ ഇതേപോലെ യുബഅസുല്ലാഹു അൽ മൗത്ത അള്ളാഹു നമ്മുടെ മൗത്തിനെയും അഥവാ നമ്മളിലേക്ക് മൗത്തിനെയും അയക്കും. വഹാദ അംറുൻ ഇത് നിശ്ചയം ഒരു കാര്യമാണ്. യഹ്സു അലാക്കില ബുദ്ധിയുള്ളവനെ അലത്തഫക്കുരി വത്തദബ്ബുരി ദീർഘവീക്ഷണത്തിനും ചിന്തിക്കാനുമുള്ള ഒരു കാര്യം തന്നെയാണ്. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരികയാണ്. മാ തഅയ്യുറാത്ത് അത്തഖ്സി ഖബലൽ മത്തർ. ഓക്കെ, മഴയ്ക്ക് മുമ്പ് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തഅയ്യുറാത്ത് മാറ്റങ്ങൾ, തഖ്സ് കാലാവസ്ഥ വെതർ. മൽ അലാഖത്തു ബൈന ഇഹ്യാഇ അൽ ബലദിൽ മയ്യിത് വ ബൈനൽ ബഹ്സി ബഅദൽ മൗത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. മൽ അലാഖത്തു ബൈന ഇഹ്യാഇ അൽ ബലദിൽ മയ്യിത് വ ബൈനൽ ബഹ്സി ബഅദൽ മൗത്ത്. എന്ത് ബന്ധമാണുള്ളത്? അലാഖത്ത് ബന്ധം, ബൈന ഇഹ്യാഇൽ ബലദിൽ മയ്യിത്. ഓക്കെ, മരുഭൂമി അതായത് വളർച്ച പ്രാപിച്ച ഭൂമിയിലേക്ക് ഭൂമി പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മഴ അയച്ചുകൊണ്ട് ആ മരുഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പുനരുജ്ജീവിപ്പിക്കുന്നതിനും അഥവാ നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെ പുനർജീവിപ്പിക്കുന്നതിനും ബഅസ് എന്നാണ് അതിന് പറയുക. ബഅസിനെ ഇഹ്യാഇൻ്റെയും അർത്ഥം ഒരുപോലെയാണെങ്കിലും അതിൻ്റെ യൂസേജ് നമുക്ക് അറിയാം. ബഅസ് ബഅദൽ മൗത്ത് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ആ രണ്ട് കാര്യങ്ങളുടെയും ബന്ധം എന്താണ്? അവർക്ക് തമ്മിലുള്ള സാമ്യത എന്താണ്? മൽ അലാഖത്തു ബൈന ഇഹ്യാഇൽ ബലദിൽ മയ്യിത്ത് ഒരു മരുഭൂമിയിലേക്ക് വെള്ളം എത്തിച്ച് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും നമ്മുടെ മൗത്തിന് ശേഷം മരണത്തിന് ശേഷം നമ്മളെ പുനർജീവിപ്പിക്കുന്നതിനും തമ്മിലുള്ള സാമ്യത എന്താണ്? സൂറത്ത് അഅറാഫ് സൂറത്ത് മക്കിയ വഫിയ 206 ആയ. സൂറത്ത് അഅറാഫ് മക്കിയായ ഒരു സൂറത്താണ്. അതിൽ 206 ആയത്തുകളുണ്ട്. ഈ ഒരു ഭാഗത്തിൽ നിന്നും നമ്മുടെ അവസാനത്തെ ഒരു ഹദീസ് കൂടിയാണുള്ളത്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അൻ അബ്ദുല്ലാഹ് ഇബ്നു അമർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ വഹുവ യതവല്ലഹു. നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്ന സാദിനെ കൊണ്ടാണ് പറയുന്നത്. ഫഖാല എന്നിട്ട് പറഞ്ഞു, മഹാദ സറഫ് എന്തിനാണ് സാദേ ഇത്ര ദൂർത്ത്? ഫഖാല അപ്പോൾ സാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫിൽ വുളൂഇ ഇസ്റാഫ് വുളൂഹിലും ദൂർത്തുണ്ടോ നബിയെ? ഖാല അപ്പോൾ പറഞ്ഞു, നഅം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നഅം അതെ, വഇൻ കുന്ത അലാ നഹ്രിൻ ജാർ നീ ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിലും ശരി. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി വീണ്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ വെള്ളത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പുതിയ വീഡിയോസ്, ടെക്സ്റ്റ് PDF, എക്സാമിൻ്റെ ടൈമിന് ഹെൽപ്പ്, അതൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളും ഉണ്ടാകും. സോ അതിൽ അഡ്മിൻ ചിലപ്പോൾ അതിന് റെസ്ട്രിക്ഷൻസൊക്കെ നൽകിയിട്ടുണ്ടാകാം. അതൊക്കെ പാലിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോസ് ഉടനെ തന്നെ ഉണ്ടാകും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.